Hello students, അപ്പോൾ നമ്മൾ ORന്റെ മൊഡ്യൂൾ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ 1ൽ ചാപ്റ്റർ 2 ആണ് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്റർ 2ൽ കോൺവെക്സ് ഫങ്ഷൻസ് എന്നുള്ളതാണ് സെക്ഷന്റെ പേര്, ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ കോൺവെക്സ് ഫങ്ഷൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനീഷനിൽ നിന്നാണ്, അത് നോട്ട്സ് ആണ്. അപ്പോൾ നോട്ട്സ് നിങ്ങൾ ബുക്കിലേക്ക് എഴുതുക, നോട്ട് ബുക്കിലേക്ക് എഴുതുക. അതിനൊപ്പം തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ക്ലാസ്സിൽ കേൾക്കുക കേട്ടോ, വീഡിയോ കേൾക്കുക. അപ്പോൾ ഫസ്റ്റ് ഡെഫിനേഷൻ എന്താണ്? ഒരു യൂക്ലിഡിയൻ സ്പേസ് എന്നാണ് പറയുന്നത്. എ വെക്ടർ സ്പേസ് വിത്ത് ആൻ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ഓൺ ഇറ്റ് ഈസ് കോൾഡ് എ യൂക്ലിഡിയൻ സ്പേസ്. വെക്ടർ സ്പേസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ ഇന്നർ പ്രൊഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു വെക്ടർ സ്പേസ് ടുഗദർ വിത്ത് ആൻ ഇന്നർ പ്രൊഡക്റ്റ് ഈസ് കോൾഡ് ആൻ യൂക്ലിഡിയൻ സ്പേസ്. യൂക്ലിഡിയൻ സ്പേസിന്റെ നൊട്ടേഷൻ വരുന്നത് EN, ക്യാപിറ്റൽ E സഫിക്സ് N ആണ്. ഇനി എന്താണ് ഒരു കോൺവെക്സ് സെറ്റ് എന്നുള്ളത് നോക്കാം. If x1 and x2 be any two points in a set X, then 2 points in set X where X is a subset of a Euclidean space EN, the set L equal to set of all x such that x equal to 1 minus lambda into x1 plus lambda into x2. Straight line corresponding ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇത് അല്ലേ. where lambda belongs to R is defined as a line in EN passing through the point x1 and x2. അപ്പോൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് it is a line in the Euclidean space passing through the points x1 and x2 ആണ്. അപ്പോൾ ഒരു കോൺവെക്സ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് പോയിന്റ്സ് ആ സെറ്റിൽ നിന്ന്, ഗിവൺ സെറ്റിൽ നിന്ന് എടുത്താലും അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, അതായത് അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ, അത് വിത്തിൻ ദ സെറ്റ് തന്നെ ആയിരിക്കണം. ആ ലൈൻ ആ സെറ്റിനകത്ത് തന്നെ എക്സിസ്റ്റ് ചെയ്യണം. അത് പുറത്തേക്ക്, ആ സെറ്റിന് പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. അത്തരത്തിലുള്ള ഒരു സെറ്റിനെയാണ് നമ്മൾ കോൺവെക്സ് സെറ്റ് എന്ന് പറയാം. അപ്പോൾ കോൺവെക്സ് സെറ്റിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ ഡ്രോയിങ്സ് വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നോക്കൂ, ഇതിങ്ങനെ ഒരു സർക്കിൾ ആണെങ്കിൽ ഈ സർക്കിളിലുള്ള ഏത് രണ്ട് പോയിന്റ്സ് എടുത്താലും അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് ലൈൻ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അപ്പോൾ എങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിലും അതിന് രണ്ടും ജോയിൻ ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഈ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ, അതായത് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ വരത്തക്ക രീതിയിൽ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷൻ ഈ സെറ്റിനുള്ളിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നില്ല. ആ ലൈനിലുള്ള പോയിന്റ്സിനെയാണ് അവരുടെ ലീനിയർ കോമ്പിനേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ കോൺവെക്സ് സെറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു ഇൻ്റർവെൽ ആവാം, ഒരു സെറ്റ് ആവാം, അങ്ങനെയൊക്കെ വരാം. ഇനി നോട്ട് കോൺവെക്സ് ആയിട്ടുള്ളതും കൂടി അവിടെ ഡ്രോയിങ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഒരു ഫിഗർ എങ്കിൽ ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു വൈ നമ്മൾ എടുത്താൽ ഇവർ തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയാണ് വരിക. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ചെറിയൊരു പോർഷൻ കണ്ടോ ഈ സെറ്റിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. അപ്പം അതിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ വരുന്ന പോയിന്റ്സ് കംപ്ലീറ്റ് ഈ സെറ്റിൻ്റെ ഉള്ളിലല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, കുറച്ച് പോയിന്റ്സ് പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് കോൺവെക്സ് സെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മൾ എടുക്കുകയാണെങ്കിലും കോൺസെൻട്രിക് സർക്കിൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നടുവിൽ ഹോളാണ് കേട്ടോ, ഈ കാണുന്നത് ഒരു ഹോളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഇവിടെ നിന്നൊരു പോയിന്റും ഇവിടെ നിന്നൊരു പോയിന്റും കണക്ട് ചെയ്യുന്ന ലീനിയർ കോമ്പിനേഷൻ ലൈൻ വരച്ചാൽ ഈ പോയിന്റ്സ്, കുറച്ച് പോയിന്റ്സ് ഇതിൻ്റെ ഔട്ട് സൈഡിൽ, ഈ സെറ്റിൻ്റെ ഔട്ട് സൈഡിൽ ആണ്, ആനുലാർ റീജിയൻ ആണിത്, ഇതിൻ്റെ ഔട്ട് സൈഡിലാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെറ്റും ആനുലാർ റീജിയനും കോൺവെക്സ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, എന്താണ് ഒരു കോൺവെക്സ് സെറ്റ് എന്നുള്ളത് മനസ്സിലായിട്ടാവും. ഡെഫിനേഷൻ വരുന്നുണ്ട്, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ജോമെട്രിക് മീനിങ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഡെഫിനേഷൻ വരുന്നത്. ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 1 മൈനസ് ലാംഡ ഇൻറ്റു x1 പ്ലസ് ലാംഡ ഇൻറ്റു x2 വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ലാംഡയുടെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. ഈസ് കോൾഡ് ദി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 ആൻഡ് x2. വെറുതെ ലീനിയർ കോമ്പിനേഷൻ എന്നല്ല, അത് ജസ്റ്റ് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോഴാണ് നമ്മൾ പറയാറ്. ഇപ്പോൾ ഇവിടെ ഈ കോൺസ്റ്റൻസിന് പ്രത്യേകതയുണ്ട്. ലാംഡയുടെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് 1 മൈനസ് ലാംഡയും ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് മീൻസ് കോൺസ്റ്റന്റ് ലാംഡയാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ലീനിയർ കോമ്പിനേഷനെ നമ്മൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 ആൻഡ് x2 എന്നാണ് പറയുന്നത്. It is any point lying on the line segment joining x1 and x2. Actually points എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the points lying on the line segment connecting x1 and x2. ആ ലൈനിനെയാണ് നമ്മൾ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് x1 and x2 എന്ന് പറയുന്നത്.
Definition, a set L subset of En is said to be convex if convex linear combination of any two points of L ആണോ K ആണോ ഇവിടെ K എഴുതിയാൽ മതി ഇവിടെ K എഴുതുക any two points of K belong to K. In other words, K is convex if for every x1 and x2 belongs to K implies x belongs to K where x equal to 1 minus lambda into x1 plus lambda into x2 where 0 less than or equal to lambda less than or equal to 1. അപ്പോൾ ഒരു സെറ്റ് K സബ്സെറ്റ് ഓഫ് En യൂക്ലിഡിയൻ സ്പേസിൻ്റെ സബ്സെറ്റായ ഒരു K ഒരു കോൺവെക്സ് സെറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ അതിലെ ഏത് രണ്ട് പോയിന്റിൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ആ K'ക്കകത്ത് തന്നെ എക്സ് ബിലോങ്സ് ടു K എന്ന് എഴുതിക്കണുണ്ടോ വേർ 1 മൈനസ് ലാംഡ ഇൻറ്റു x1 പ്ലസ് ലാംഡ x2 ബിലോങ്സ് ടു K ആയിരിക്കണം. അത് ആ സെറ്റിനകത്ത് തന്നെ ലൈ ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ ആ സെറ്റ് കോൺവെക്സ് സെറ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് എന്താണ് ഇപ്പോൾ കോൺവെക്സ് സെറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് വരുന്നത് എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഫോം എന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫോംസ്. ലെറ്റ് എക്സ് ബിലോങ്സ് ടു En. അപ്പോൾ എക്സ് യൂക്ലിഡിയൻ സ്പേസിലെ ഒരു എലമെൻ്റ് ആണ്. യൂക്ലിഡിയൻ സ്പേസിലെ En ഒരു മെമ്പർ എന്ന് പറയുമ്പോൾ എക്സിനെ നമ്മൾ എങ്ങനെ വ്യൂ ചെയ്യണം? En എന്ന് പറയുമ്പോൾ തന്നെ n ഡയമെൻഷനിലാണ് അല്ലേ. n എൻട്രീസ് അവിടെ മീൻസ് n ടുപ്പിൾസ് ആയിട്ട് വ്യൂ ചെയ്യണം കേട്ടോ. അവരെ n ടുപ്പിൾസ് ആയിട്ട് വ്യൂ ചെയ്യണം En എന്ന് പറയുമ്പോൾ. Rn എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ ജസ്റ്റ് എക്സ് ബിലോങ്സ് ടു En യൂക്ലിഡിയൻ സ്പേസ് En എന്ന് പറഞ്ഞെങ്കിൽ അവിടെ n ടുപ്പിൾസ് അല്ലെങ്കിൽ കോളമെട്രിക്സ് എക്സ് ആണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. n എൻട്രീസ് വരുന്ന n/1 കോളമെട്രിക്സ് ആയിട്ടോ അല്ലെങ്കിൽ n ടുപ്പിൾസ് ആയിട്ടോ നമുക്ക് അവരെ റെപ്രസെൻ്റ് ചെയ്യാം. ആ ഓരോ എക്സിനെയും റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ക്വാഡ്രാറ്റിക് ഫോം നോക്കാം. എ ഹോമോജീനസ് എക്സ്പ്രഷൻ ഓഫ് സെക്കൻഡ് ഡിഗ്രി ഓഫ് ദ ഫോം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു c11 x1 സ്ക്വയർ പ്ലസ് c22 x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് cnn xn സ്ക്വയർ പ്ലസ് c12 x1 x2 പ്ലസ് c13 x1 x3 പ്ലസ് c23 ആണ് കേട്ടോ, അത് തെറ്റി എഴുതിയിരിക്കുന്നതാണ്. c23 x2 x3 plus etc. where Cij belongs to R for I comma j equal to 1, 2, 3 etc. up to n is called a quadratic form in n variable x1 x2 etc. xn. Okay. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് ഇങ്ങനെയാണ്: c11 x1 സ്ക്വയർ, അതായത് ഈ എൻട്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ കോഎഫിഷ്യന്റ് പറഞ്ഞു പോയിരിക്കുന്നത്. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് c22 x2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് cnn xn സ്ക്വയർ പ്ലസ് പിന്നെ കോമ്പിനേഷൻസ് 2 at a ടൈം എന്നുള്ള കോമ്പിനേഷൻസ് എടുക്കുക. അപ്പോൾ കോഎഫിഷ്യൻ്റ് എഴുതുമ്പോഴും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് എഴുതുമ്പോഴും അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതി പോവുക. c12 x1 x2 പ്ലസ് c13 x1 x3 പ്ലസ് c23 x2 x3 പ്ലസ് എക്സെട്ര. ഈ ഫോമിൽ വരുന്ന ആ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനെയാണ് അതിൻ്റെ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത് ഇൻ n വേരിയബിൾ x1 x2 എക്സെട്ര xn. Also, f of x can be written as f of x equal to x transpose ax, where x is the column vector, x1, x2, etc. xn, and a is the real symmetric matrix, a equal to a coefficients in the matrix c11, c12, etc. c1n, c21, c22, etc. c2n, etc. etc. cn1, cn2, etc. cnn. കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആയിരിക്കും എ. അപ്പോൾ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എഴുതുന്നതിന് പകരം നമുക്ക് ക്വാഡ്രാറ്റിക് ഫോമിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് എക്സ് ട്രാൻസ്പോസ് എ എക്സ് എന്നുള്ള രീതിയിലും ഈ ഒരു റെപ്രസെൻറ്റേഷൻ മെട്രിക്സ് ഫോമിലുള്ള റെപ്രസെൻറ്റേഷനും എഴുതാം. അതിൽ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളം വെക്ടർ x1 x2 etc. xn ആണ്. അപ്പോൾ എക്സ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റോ വെക്ടർ x1 x2 etc. xn ആയിരിക്കും. എ എന്ന് പറഞ്ഞാൽ ആ കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ആണ് വരുന്നത്. സാധാരണ നമ്മളെപ്പോഴും ഈ ഒരു എക്സ്പ്രഷനാണ് മെട്രിക്സ് ഫോമിലുള്ള എക്സ്പാൻഷനാണ് റിസൾട്ടുകളിലൊക്കെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ എക്സ്പ്രഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടും ഓർത്തിരിക്കുക. ഡെഫിനേഷൻ ചോദിച്ചാൽ ഇത് രണ്ടും എഴുതുക. ഓക്കെ,
ഡെഫിനേഷൻ അടുത്തൊരു ഡെഫിനേഷൻ വരുന്നത് എന്താണ് പോസിറ്റീവ് ഡെഫിനിറ്റ്, എപ്പോഴാണ് ഒരു ക്വാഡ്രാറ്റിക് ഫോം പോസിറ്റീവ് ഡെഫിനിറ്റ് ആവുക, എപ്പോഴാണ് ഒരു ക്വാഡ്രാറ്റിക് ഫോം പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആവുക എന്നുള്ളതാണ് പറയുന്നത്. ഈ ക്വാഡ്രാറ്റിക് ഫോം എക്സ് ഡാഷ് എ എക്സ്, x dash means x transpose ട്ടോ. x transpose ax is said to be positive definite if x transpose ax is greater than 0 for all x not equal to 0, where x belongs to En ആണ് ട്ടോ. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഫോം പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ എക്സ് ട്രാൻസ്പോസ് എ എക്സിൻ്റെ വാല്യൂ, ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ആ 0 വെക്ടറിനൊഴികെ ബാക്കി ഏത് നോൺ 0 വെക്ടർ എടുത്താലും ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദ ക്വാഡ്രാറ്റിക് ഫോം ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. ഇറ്റ് ഈസ് സെഡ് ടു ബി പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. സെമി ഡെഫിനിറ്റ് എന്ന് പറയണമെങ്കിൽ ഇഫ് എക്സ് ട്രാൻസ്പോസ് എ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു En. That is, and there exists at least one non-zero vector for which x transpose ax equal to 0. So semi-definite ആവണമെങ്കിൽ x transpose ax is greater than or equal to 0 for all x not equal to 0, and there is at least one. അപ്പോൾ എല്ലാ നോൺ സീറോ വെക്ടറുകൾക്കും x transpose ax is greater than or equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ greater than or equal to 0 ആണ് വരുന്നത്. അപ്പോൾ there exists at least one non-zero vector for which x transpose ax is equal to 0. അപ്പോൾ ഏതോ ഒരു നോൺ സീറോ എൻട്രിക്കെങ്കിലും, ഏതെങ്കിലും ഒരു നോൺ സീറോ എൻട്രിക്കെങ്കിലും, നോൺ സീറോ വെക്ടർ എക്സിനെങ്കിലും എക്സ് ട്രാൻസ്പോസ് എ എക്സിൻ്റെ വാല്യൂ 0 വരുന്നുണ്ടാവണം. എന്നാൽ മാത്രമല്ല ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുള്ളൂ. For all x not equal to 0 എന്നാണ് കേട്ടോ ഇവിടെ. x transpose ax greater than or equal to 0 for all x not equal to 0, and there is at least one non-zero vector for which x transpose ax equal to 0. അതാണ് സെമി ഡെഫിനിറ്റിൻ്റെ ഡെഫിനേഷൻ വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ എന്നുള്ളത് നോക്കാം. ലെറ്റ് എക്സ് ബിലോങ്സ് ടു കെ വെർ കെ ഈസ് എ സബ്സെറ്റ് ഓഫ് En, വെർ കെ ഈസ് ദ കോൺവെക്സ് സെറ്റ്, ദെൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി കോൺവെക്സ്. ഫംഗ്ഷൻ കോൺവെക്സ് ആവുന്നത് എപ്പോഴാണെന്ന്, if for any two points x1 and x2 in K, f of x is less than or equal to 1 minus lambda into f of x1 plus lambda into f of x2, where 0 less than or equal to lambda less than or equal to 1. അപ്പോൾ ഏത് രണ്ട് പോയിന്റ്സ് x1 ആൻഡ് x2 ഫ്രം K എടുത്തിട്ടുണ്ട് എങ്കിലും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ഓഫ് x1 ആൻഡ് എഫ് ഓഫ് x2, that is less than or equal to 1 minus lambda into f of x1 plus lambda into f of x2, where 0 less than or equal to lambda less than or equal to 1. And for every x equal to x എന്ന് പറയുന്ന പോയിന്റ് എന്താ, 1 minus lambda into x1 plus lambda into x2. നമ്മുടെ K എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് കോൺവെക്സ് സെറ്റ് ആണ്. അപ്പോൾ ഈ എക്സും Kക്ക് അകത്തുള്ള മെമ്പർ തന്നെയായിരിക്കും. എക്സിൻ്റെ ഫോം എക്സ് ഈ x1ൻ്റെ x2ൻ്റെയും ലീനിയർ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിൽ വരുന്ന പോയിന്റ് ആണ്. ആ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ, അപ്പോൾ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് x1ൻ്റെയും എഫ് ഓഫ് x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനേക്കാൾ ലെസ്സോ ഈക്വലോ ആണ് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കോൺവെക്സ്. ജിയോമെട്രിക്കലി പറയുകയാണ് എങ്കിൽ അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ എഴുതാം കേട്ടോ, എക്സിന് അതിൻ്റെ വാല്യൂ കൊടുത്ത് ഇങ്ങനെയും എഴുതാം കണ്ടീഷൻ. ജിയോമെട്രിക്കലി പറയുകയാണെങ്കിൽ സപ്പോസ് x1 ആൻഡ് x2 ഇവിടെയാണ് എങ്കിൽ ഇവിടെ എക്സ് എന്ന് പറയുന്ന ആൾ അതിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കുമല്ലോ. x1ൻ്റെയും x2ൻ്റെയും ഇടയിലാണ്, ഇവിടെയാണ് എക്സ് എങ്കിൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് x1ൻ്റെയും എഫ് ഓഫ് x2ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിനേക്കാൾ ലെസ്സോ ഈക്വലോ ആയിട്ട് നിൽക്കണം നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. ഇതാ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ് ഈ ഒരു കേർവ് ഷേപ്പിൽ നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ലെസ്സോ ഈക്വൽ ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഈക്വൽ ആയിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ലെസ് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ താഴ്ന്ന് തന്നെയാണ് നിൽക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു ഷേപ്പിനെയാണല്ലോ നമ്മൾ കോൺവെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഈസ് കോൺവെക്സ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. Function is said to be concave if the inequality sign is reversed or if minus f of x is convex. Concave എന്ന് പറയണമെങ്കിൽ നമുക്ക് ഫിഗർ ഇതാ ഇങ്ങനെ വരണം അല്ലേ.
ഗ്രേറ്റർ ഓർ ഈക്വൽ എന്നുള്ള രീതിയിൽ നിൽക്കണം. കോൺവെക്സ് എന്നുള്ള ആ ഒരു ഫിഗർ, കോൺകേവ് എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ എങ്ങനെയാണ് വരണേ എന്നുള്ളത്. അപ്പോൾ അത് വരണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ -f(x) കോൺവെക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ചെയ്ത് ആലോചിക്കണം. അതായത് f(1 - λ × x1 + λ × x2 is greater than or equal to 1 - λ × f(x1 + λ × f(x2) ആയിരിക്കണം കോൺകേവ് ആവണമെങ്കിൽ. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പകരം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെഫിനിഷൻസ് വരുന്നത്. നെക്സ്റ്റ് ഒരു തിയറാണ്. തിയറം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.